നാടിനെ നടുക്കിയ ഇരട്ട നരബലി. ധർമ്മപുരി സ്വദേശിനി പത്മ, കാലടിയിൽ ലോട്ടറി വിൽപ്പനക്കാരിയായിരുന്ന റോസലിൻ. സംഭവം നാടറിയുന്ന 2022 ഒക്ടോബർ 11 ഒരു മാസം മുൻപായിരുന്നു പത്മയുടെ കൊലപാതകം. അതിനും 2 മാസം മുൻപേ റോസലിനെ കൊലപ്പെടുത്തിയിരുന്നു. കേസിൽ എറണാകുളത്തെ പ്രത്യേക കോടതിയിൽ വിചാരണ തുടങ്ങിയതിന് പിന്നാലെയാണ് അഭിഭാഷകർ ഇലന്തൂർ കടകംപള്ളി വീട്ടിലെത്തുന്നത്. കൃത്യം നടന്നതായ വീടും മൃതദേഹാവശിഷ്ടങ്ങൾ കുഴിച്ചിട്ടിരുന്ന പരിസരവും കണ്ടു. കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധങ്ങൾ സൂക്ഷിച്ച വൈദ്യശാലയിലും അഭിഭാഷകരെത്തി. 6 പേരാണ് പ്രതിഭാഗത്തെ പ്രതിനിധീകരിച്ചു വന്നത്. വിചാരണ കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇവിടെ നമ്മൾ സംഭവസ്ഥലം വിസിറ്റ് ചെയ്യാൻ വന്നത്. അതായത് ഞങ്ങൾ മാസ്റ്ററും കാര്യങ്ങളും വായിച്ചു നോക്കിയപ്പോൾ അതിനകത്ത് കുറച്ച് സംശയങ്ങളും കാര്യങ്ങളും വന്നത്. ഞങ്ങൾക്ക് നേരെ അതിനകത്ത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആ സ്ഥലം. അപ്പോൾ സംശയങ്ങളും തീർക്കുന്നതിന് വേണ്ടിയാണ് 6 അംഗ സംഘമായി ഞങ്ങളിവിടെ വന്നത്. ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കി അത് ബാക്കി വിസ്താരം തുടങ്ങുമ്പോൾ ആ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. പ്രതിഭാഗം അഭിഭാഷകരാരും മുൻപ് ഇലന്തൂരിലെ കടകംപള്ളി വീട്ടിൽ എത്തിയിരുന്നില്ല. മഹസർ, സ്കെച്ച്, കുറ്റപത്രം എന്നിവ പരിശോധിച്ചപ്പോൾ ഉയർന്ന സംശയങ്ങൾ നീക്കുന്നതിനായി നേരിട്ടുള്ള സന്ദർശനത്തിന് അവർ അനുമതി തേടുകയായിരുന്നു. പ്രതികളെ ഒപ്പം കൂട്ടി സ്ഥലം സന്ദർശിക്കുന്നതിന് അനുമതി ചോദിച്ച് അവർ കോടതിയെ സമീപിച്ചു. എന്നാൽ അതിനെ കോടതി എതിർത്തു. അഭിഭാഷകർക്ക് അനുമതി നൽകിയ കോടതി സ്പെഷ്യൽ പ്രോസിക്യൂട്ടറോട് ആവശ്യമായ സഹായം ചെയ്തു നൽകാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ആറന്മുള സ്റ്റേഷനിലെത്തിയ അഭിഭാഷകർ പോലീസ് സാന്നിധ്യത്തിലാണ് ഇലന്തൂരിലെ വീട്ടിലെത്തിയത്. പരിശോധന 1.5 മണിക്കൂർ നീണ്ടു. പ്രതിഭാഗം അഭിഭാഷകർ മടങ്ങി അരമണിക്കൂറിന് ശേഷമാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വി അജകുമാർ പോയത്. വർഷം 3 പിന്നിടുമ്പോൾ പ്രതികൾ മുഹമ്മദ് ഷാഫി, ഭഗവത് സിംഗ്, ലൈല എന്നിവർ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. കൊലപാതകം, ബലാത്സംഗം, ഗൂഢാലോചന, തട്ടിക്കൊണ്ടുപോകൽ, തെളിവ് നശിപ്പിക്കൽ, മോഷണം, മൃതശരീരത്തോടുള്ള അനാദരവ് എന്നിവയ്ക്കെതിരായ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.